സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതൊരു ബോട്ടം അപ്പ് പാഴ്സറാണെന്ന് പറഞ്ഞു. അതുപോലെ ബോട്ടം അപ്പ് പാഴ്സറിന് വേറൊരു എക്സാമ്പിളാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സറിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രാമറാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് നോൺ ആസ് ഓപ്പറേറ്റർ ഗ്രാമർ. ഓക്കെ, ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ഗ്രാമറിൽ മാത്രമേ നമുക്ക് ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഓപ്പറേറ്റർ ഗ്രാമറിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ദീസ് ഗ്രാമേഴ്സ് ആർ ജനറേറ്റഡ് ടു ഡിഫൈൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. സോ ഇറ്റ് ഡിഫൈൻസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അതിനു വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഓപ്പറേറ്റർ ഗ്രാമർ യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, ദെൻ വേറൊരു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഓപ്പറേറ്റർ ഗ്രാമറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോ പ്രൊഡക്ഷൻ. അതായത് ആ ഗ്രാമറിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ പോലും റൈറ്റ് സൈഡ്, ഒരു പ്രൊഡക്ഷൻ്റെ പോലും റൈറ്റ് സൈഡിൽ എപ്സിലോൺ ഉണ്ടാവില്ല. നോ എപ്സിലോൺ ഓർ നോ ടു അഡ്ജസൻറ്റ് നോൺ ടെർമിനൽസ്. ഓക്കെ, സോ അപ്പം ആ ഗ്രാമറിലെ ഒരു പ്രൊഡക്ഷനിൽ പോലും നമുക്ക് എന്തുണ്ടാവില്ല, ആ പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എപ്സിലോണും വരില്ല, അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് നോൺ ടെർമിനൽസും ഉണ്ടാവില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റർ ഗ്രാമർ പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രാമർ നമുക്ക് തന്നിട്ടുണ്ട്, ഈ ഗിവിങ് ഇ എ ഇ ഓർ within bracket e or minus e or id, a giving plus or minus or asterisk or division or power. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രാമറാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഓപ്പറേറ്റർ ഗ്രാമർ അല്ല. ഈ ഓപ്പറേറ്റർ ഗ്രാമർ അല്ലാത്തത് കൊണ്ട് ഈ ഗ്രാമറിനെ നമുക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ വെച്ച് പാഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ഓപ്പറേറ്റർ ഗ്രാമർ അല്ല എന്ന് പറയാൻ കാരണം എന്താണ്, ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷനിൽ, ഒരൊറ്റ പ്രൊഡക്ഷനിൽ മാത്രം എന്ത് സംഭവിച്ചു, അഡ്ജസൻ്റ് ആയിട്ട് ഒന്നിലധികം നോൺ ടെർമിനൽസ് വന്നു. ഓക്കെ, രണ്ട് നോൺ ടെർമിനൽസ് അഡ്ജസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓപ്പറേറ്റർ ഗ്രാമർ അല്ല. ബട്ട് വി ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു ആൻ ഓപ്പറേറ്റർ ഗ്രാമർ. എങ്ങനെ? കാരണം ഈ എ എന്ന് പറയുന്ന നോൺ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആണ് വന്നിരിക്കുന്നത്. സോ ഇഫ് സപ്പോസ് വി ആർ റീപ്ലേസിങ് ദിസ് എ വിത്ത് പ്ലസ് മൈനസ് star division power, then we will get an operator grammar. Okay, so അപ്പോൾ ഇതിനെ നമുക്ക് ഓപ്പറേറ്റർ ഗ്രാമർ ആക്കി എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇ ഗിവിങ് ഇ പ്ലസ് ഇ ഓർ ഇ മൈനസ് ഇ ഓർ ഇ സ്റ്റാർ ഇ ഓർ ഇ ഡിവൈഡഡ് ബൈ ഇ ഓർ ഇ പവർ ഇ ഓർ ഇനി ഓൾറെഡി ഉള്ള പ്രൊഡക്ഷൻസ് വിത്തിൻ ബ്രാക്കറ്റ് ഇ മൈനസ് ഇ ഓർ ഐ ഡി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്കി മാറിക്കഴിഞ്ഞാൽ ഇതെന്തായി മാറി? ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമറായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിലെങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിങ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. സോ ഇതിനകത്ത് നമ്മൾ പ്രസിഡൻസ് വെച്ചിട്ടാണ് ഇതിനകത്തുള്ള പാഴ്സിങ് പെർഫോം ചെയ്യുന്നത്. അതായത് 3 ടൈപ്പ് ഓഫ് പ്രസിഡൻസ് ആണ് റിലേഷൻസ് നമ്മൾ പറയുന്നത്. സോ 3 പ്രസിഡൻസ് റിലേഷൻസ് ആർ ദെയർ ഇൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിങ്. ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ബി. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് ഒരു ഡോട്ടും കൂടി ഇടുന്നുണ്ട്. ദാറ്റ് മീൻസ് എ ഈൽസ് പ്രസിഡൻസ് ടു ബി. ബിയിനേക്കാളും എക്ക് പ്രസിഡൻസ് കൂടുതലാണ്. നമ്മുടെ നോർമലി ഉള്ള ലെസ് ദാൻ ഓപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, സിമ്പിളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ദെൻ രണ്ടാമത്തെ ഒരു പ്രസിഡൻസ് റിലേഷനാണ് എ ഈക്വൽ ബി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ഹാസ് സെയിം പ്രസിഡൻസ്. സെയിം പ്രസിഡൻസ് ആണെന്ന് വരുന്നതാണ് എ ഈക്വൽ ബി എന്ന് പറയുന്നത്. അതുപോലെ ഇനി മൂന്നാമത് ഒരു പ്രസിഡൻസ് റിലേഷനും കൂടിയുണ്ട്, ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. സോ എ ഗ്രേറ്റർ ദാൻ ബി മീൻസ് എന്താണ്? എ ടേക്സ് പ്രസിഡൻസ് ഓവർ ബി.
സോ ബിയിനേക്കാളും പ്രിസിഡൻസ് കൂടുതൽ ഇവിടെ എക്കാണ്. അപ്പോൾ ഈ 3 റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാഴ്സിങ് പെർഫോം ചെയ്യുന്നത്, ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സിങ്. സോ ഇപ്പം നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ ഗ്രാമറിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സിങ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം നമ്മൾ പാഴ്സിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. പാഴ്സിങ് ടേബിളിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ടെർമിനൽസും നമ്മൾ എടുക്കും. ടെർമിനൽസ് എടുത്തതിന് ശേഷം ആ ടെർമിനൽസിൻ്റെ തമ്മിലുള്ള പ്രിസിഡൻസ് റിലേഷൻസ് ആണ് നമ്മൾ പാഴ്സിങ് ടേബിളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാഴ്സിങ് ടേബിൾ നമുക്ക് ഉണ്ടാക്കാം. പാഴ്സിങ് ടേബിളിൽ റോയും കോളവും സെയിം നമ്മുടെ ടെർമിനൽസ് ആണ് വരേണ്ടത്. ദെൻ പ്ലസ് ഒരു ഡോളർ സിമ്പിൾ. ഓക്കെ, ടെർമിനൽസും ഡോളറുമാണ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത് എല്ലായിടത്തും വരുമ്പോഴത്തേനും നമുക്ക് വലിയൊരു ഗ്രാമറായിട്ട് വലിയൊരു ടേബിളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത്രയും ഓപ്പറേഷൻസ് മാത്രം കൺസിഡർ ചെയ്യാം. ഇ ഗിവിങ് ഇ പ്ലസ് ഇ സ്റ്റാർ ഇ ഓർ ഐ ഡി. ഓക്കെ, അപ്പം പ്ലസ് സ്റ്റാർ ഐ ഡി ഇത് മൂന്നുമാണ് നമുക്ക് ടെർമിനൽസ് ആയിട്ട് വരുന്നത്. സോ ഐ ഡി പ്ലസ് സ്റ്റാർ, അതിൻ്റെ കൂടെ നമ്മൾ ഡോളറും കൂടി ചേർക്കണം. സോ ഐ ഡി പ്ലസ് സ്റ്റാർ ഡോളർ. ഓക്കെ, ഇനി ഐ ഡിയും അതെന്ന് പറയുന്നത് നമുക്ക് സെയിം പ്രിസിഡൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യണമെന്നില്ല. എപ്പോഴും ഈ ഇതുപോലെ ഐഡൻറ്റിഫയേഴ്സ് വരുവാണെങ്കിൽ ഐഡൻറ്റിഫയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ് വരുന്നത്, ഡോളറിനാണ് ഏറ്റവും കുറഞ്ഞ പ്രിസിഡൻസ് വരുന്നത്. ബാക്കി ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രിസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആ സെയിം പ്രിസിഡൻസ് തന്നെ വരും. സോ ഐ ഡി എന്നുള്ളത് സെയിം ആയതുകൊണ്ട് നമ്മളത് മാർക്ക് ചെയ്യുന്നില്ല. ദെൻ ഐ ഡി പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും ഐ ഡിക്കാണ് പ്രിസിഡൻസ് കൂടുതൽ വരുന്നത്. ഓക്കെ, ദെൻ ഐ ഡി മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും ഐ ഡിക്കാണ് പ്രിസിഡൻസ് കൂടുതൽ വരുന്നത്. ഐ ഡി ഡോളർ വരുമ്പോഴും ഐ ഡിക്കാണ് പ്രിസിഡൻസ് കൂടുതൽ വരുന്നത്. ദെൻ പ്ലസും ഐ ഡിയും കൺസിഡർ ചെയ്യുമ്പോൾ ഐ ഡിക്കാണ് കൂടുതൽ വരുന്നത്, പ്ലസ്സിന് കുറവായിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ പ്ലസും വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്ററോ ഈക്വലോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഗ്രേറ്ററോ ലെസ്സോ കൊടുക്കാം. സോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നമ്മൾ ഈക്വൽ പ്രിസിഡൻസ് പറയത്തില്ല. സോ അതുകൊണ്ട് ഗ്രേറ്റർ ഓർ ലെസ് നമുക്ക് കൊടുക്കാം. ദെൻ പ്ലസും സ്റ്റാറും ആണ് വന്നിരിക്കുന്നതെങ്കിൽ പ്ലസും സ്റ്റാറും വരുന്ന സമയത്ത് എന്ത് വരും? പ്ലസ്സിന് ലെസ് ആണ് വരുന്നത്, സ്റ്റാറിനാണ് കൂടുതൽ. പ്ലസും ഡോളറും വരുമ്പോൾ ഡോളറിനാണ് ഏറ്റവും കുറഞ്ഞ പ്രയോറിറ്റി. സോ ഇത് ലെസ്സായിട്ട് ഇത് തിരിച്ചു വരും, ഗ്രേറ്റർ ദാൻ ആയിട്ട് വരുന്നു. ഓക്കെ, ദെൻ സ്റ്റാറും ഐ ഡിയും വരുന്നു. ഐ ഡിക്കാണ് എപ്പോഴും പ്രിസിഡൻസ് കൂടുതൽ വരുന്നത്. സോ സ്റ്റാറിന് ലെസ് ആയിട്ട് വരും. സ്റ്റാറും പ്ലസും വരുമ്പോഴത്തേനും സ്റ്റാറിനാണ് കൂടുതൽ പ്രിസിഡൻസ് വരുന്നത്, പ്ലസ്സിന് കുറവായിരിക്കും. സോ സ്റ്റാറും വരുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ. ഈ ഗ്രേറ്റർ ദാൻ നമ്മളിപ്പോൾ സ്റ്റാർ ആദ്യം ഈ സ്റ്റാർ, അതായത് ഒരു പാഴ്സിങ് ടേബിൾ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർ ഈ രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റാറിന് പ്രിസിഡൻസ് കൊടുക്കുന്നു, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ. ഇവിടെ പ്ലസും വന്നപ്പോഴും ഇവിടെ ഗ്രേറ്റർ ദാൻ കൊടുക്കാനുള്ള റീസണും അത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ പ്ലസ് ഓപ്പറേഷനാണ് പ്രിസിഡൻസ് വരുന്നത്, ആ ഒരു രീതിയിലാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ വന്നിരിക്കുന്നത്. ദെൻ സ്റ്റാറും ഡോളറും വരുമ്പോഴത്തേനും സ്റ്റാറിനാണ് നമുക്ക് പ്രിസിഡൻസ് വരുന്നത്, ഡോളറിന് ഏറ്റവും കുറഞ്ഞ പ്രിസിഡൻസ്. ദെൻ ഡോളറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐ ഡിയെക്കാളും കുറഞ്ഞ പ്രിസിഡൻസ്, പ്ലസിനേക്കാളും കുറഞ്ഞ പ്രിസിഡൻസ്, മൾട്ടിപ്ലിക്കേഷനേക്കാളും കുറഞ്ഞ പ്രിസിഡൻസ്, ഡോളറും തമ്മിൽ പ്രിസിഡൻസ് നമുക്ക് വരുന്നില്ല. ഓക്കെ, സോ അപ്പം ഇത്രയുമാണ് നമ്മുടെ പാഴ്സിങ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഗ്രാമർ കിട്ടിയാലും അതിൻ്റെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു പാഴ്സിങ് ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി പാഴ്സിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഇനി നമ്മൾ ഒരു സ്ട്രിങ്ങിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സറിൽ ഇത്രയും സ്റ്റെപ്സാണ് ചെയ്യുന്നത്. അതായത് ആദ്യം നമുക്ക് ഏത് ഇൻപുട്ട് സ്ട്രിങ്ങിനെയാണോ പാഴ്സ് ചെയ്യാനുള്ളത് ആ ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡിലും ബോത്ത് എൻഡ്സിൽ ഡോളർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഈ ഓരോ ടെർമിനൽസ് അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻസിനും ഇടയിലുള്ള പ്രിസിഡൻസുകൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അത് പ്രിസിഡൻസ് ടേബിൾ നോക്കിയിട്ട് പ്രിസിഡൻസ് എഴുതുക. ദെൻ അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ ഇൻപുട്ടിനെ നമ്മൾ പ്രിസിഡൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഡോളർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഇൻപുട്ടിനെ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്തിട്ട് ആദ്യത്തെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ആ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആദ്യത്തെ ലെസ് ദാൻ സിമ്പിൾ കണ്ടുപിടിക്കുക.
സോ എവറി തിങ് ബിറ്റ്വീൻ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഈസ് എ ഹാൻഡിൽ. അപ്പോൾ ഈ കിട്ടിയ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഇടയിൽ എന്താണോ വരുന്നത് അത് ഒരു ഹാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇത്രയും സ്റ്റെപ്സ് ചെയ്തത്. ദെൻ ഇനി അതിനുശേഷം നമുക്ക് ആ ഹാൻഡിലിനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് നോൺ ടെർമിനലാക്കി മാറ്റാം. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ഡോളർ ഓൺ ഡോളർ നമുക്ക് കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് പാഴ്സിങ് ഈസ് സക്സസ്ഫുൾ. സോ ഇത്രയും സ്റ്റെപ്സിലാണ് നമ്മൾ ഈ ഒരു പാഴ്സിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ ഒരു സ്ട്രിങ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ എടുത്ത ആ ചെറിയ ഗ്രാമറാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഗിവിങ് ഇ പ്ലസ് ഇ ഓർ ഇ സ്റ്റാർ ഇ ഓർ ഐ ഡി, അതിൻ്റെ പാഴ്സിങ് ടേബിളാണ് നമ്മൾ മുമ്പ് എഴുതിയത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ടുള്ള സ്ട്രിങ് ആണ് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ഓക്കെ, സോ നമ്മുടെ പാഴ്സിങ് പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലും നമ്മൾ ഡോളർ ആഡ് ചെയ്യുക. സോ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ഡോളർ. ഓക്കെ, സോ അപ്പോൾ അതെല്ലാം ചെയ്തു. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് പ്രിസിഡൻസ് ആഡ് ചെയ്യണം. അപ്പോൾ പ്രിസിഡൻസ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്കെല്ലാം ടെർമിനൽസ് ആണ്. സോ അതുകൊണ്ട് പ്രിസിഡൻസ് നോക്കുമ്പോൾ ആദ്യം ഡോളറും ഐ ഡിയും തമ്മിലുള്ള പ്രിസിഡൻസ്. സോ ആ ടേബിളിൽ പോയി നോക്കുക, ഡോളറും ഐ ഡിയും തമ്മിൽ ലെസ് ദാൻ ആണ് വരുന്നത്. സോ ഡോളർ ലെസ് ദാൻ ഐ ഡി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ഐ ഡിയും പ്ലസ്സും വരുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. ദെൻ അഗെയിൻ പ്ലസ്സും ഐ ഡിയും വരുമ്പോൾ ലെസ് ദാൻ ഐ ഡി. ദെൻ ഐ ഡിയും സ്റ്റാറും വരുന്നത് ഗ്രേറ്റർ ദാൻ. അതിനുശേഷം സ്റ്റാറും ഐ ഡിയും വരുമ്പോൾ ലെസ് ദാൻ. ദെൻ ഐ ഡിയും ലെസ് ദാൻ ഐ ഡി ഡിയും ഡോളറും തമ്മിൽ ഗ്രേറ്റർ ദാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിസിഡൻസ് എല്ലാം ഇൻസേർട്ട് ചെയ്തു നമ്മുടെ പാഴ്സിങ് ടേബിൾ നോക്കിയിട്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പം ഗ്രേറ്റർ ദാൻ സിമ്പൽ കണ്ടു, ഇതാണ് ഒരു ഗ്രേറ്റർ ദാൻ. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ലെസ് ദാൻ. ഇപ്പോൾ ഏതൊരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പലിനിടയിൽ എന്ത് കാണുന്നുണ്ടോ അതാണ് നമുക്കൊരു ഹാൻഡിൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്തത് ഇതാണ്. സോ നമുക്കപ്പോൾ എന്ത് ചെയ്യാം, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇ ആക്കി മാറ്റാം. ഓക്കെ, ഇ ഗിവിങ് ഐ ഡി ആണെന്ന് അറിയാം. ദെൻ ആ ഒരു സ്റ്റെപ്പിൽ അത് മാത്രം ഞാൻ ചെയ്തു. ഐ ഡി സ്റ്റാർ ഐ ഡി ഗ്രേറ്റർ ദാൻ ഡോളർ. അടുത്ത ഹാൻഡിൽ ഇതാണ്. അപ്പോൾ അതിനെ നമുക്കിനി അടുത്ത് റീപ്ലേസ് ചെയ്യാം. ഇ പ്ലസ് ഇ സ്റ്റാർ ലെസ് ദാൻ ഐ ഡി ഗ്രേറ്റർ ദാൻ ഡോളർ. അപ്പോൾ അടുത്ത ഹാൻഡിലും കിട്ടി. സോ ഡോളർ ഇ പ്ലസ് ഇ ഇൻറ്റു ഇ ഡോളർ. ഓക്കെ, സോ അപ്പം ഇപ്പം നമ്മൾ നോൺ ടെർമിനൽസ് ആയി. അപ്പോൾ ഇനി ഇവിടെ പ്രിസിഡൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും പ്രിസിഡൻസിലേക്ക് അപ്ലൈ ചെയ്യണം. ഇതിൽ പ്രിസിഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡോളറും പ്ലസും തമ്മിലുള്ള പ്രിസിഡൻസ്. അപ്പം ഡോളറും പ്ലസും തമ്മിൽ ലെസ് ദാൻ ആണ് വരുന്നത് അല്ലേ. അപ്പം ഡോളർ ലെസ് ദാൻ ഇ പ്ലസ്. ദെൻ അഗെയിൻ പ്ലസും സ്റ്റാറും തമ്മിൽ നോക്കുമ്പോഴത്തേനും ലെസ് ദാൻ പ്രിസിഡൻസ് ആണ് വരുന്നത്. സോ ലെസ് ദാൻ ഇ സ്റ്റാർ. ദെൻ സ്റ്റാറും ഡോളറും തമ്മിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ പ്രിസിഡൻസ് ആണ് വരുന്നത്. സോ ഗ്രേറ്റർ ദാൻ ഡോളർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഓരോരോ ഹാൻഡിൽസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇവിടെ ആദ്യത്തെ ഹാൻഡിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ് ആദ്യത്തെ ഹാൻഡിൽ. സോ ഡോളർ ലെസ് ദാൻ ഇ പ്ലസ് ഇ സ്റ്റാർ ഇ എന്ന് പറയുന്നത് ഇ ആണ് അല്ലേ. സോ ദെൻ ഇവിടെ ഡോളർ വന്നു. സോ അപ്പം ഇവിടെ പ്ലസിൻ്റെയും ഡോളറിൻ്റെയും ഇടയിലുള്ള പ്രിസിഡൻസ് നമ്മളിനി വീണ്ടും ഇൻസേർട്ട് ചെയ്യണം. സോ ലെസ് ദാൻ ഇ പ്ലസ് ഇ ഗ്രേറ്റർ ദാൻ ഡോളർ. അപ്പോൾ വീണ്ടും ഒരു ഹാൻഡിൽ കിട്ടുന്നു. സോ ഡോളർ ലെസ് ദാൻ അത് കഴിഞ്ഞു ഇ ഡോളർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രിസിഡൻസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും ഡോളർ ഓൺ ഡോളർ ആണ് കിട്ടുന്നത്. സോ അപ്പോൾ ഡോളർ ഓൺ ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താണ്, പാഴ്സിങ് സക്സസ്ഫുൾ ഓർ അക്സെപ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്രാമറിൻ്റെ കറസ്പോണ്ടിങ് ഒരു സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് എൻഡിലും ഡോളർ ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ഓരോ ടെർമിനൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ പ്രെസിഡൻസ് കൊടുത്ത് പോവുക. പ്രെസിഡൻസിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇടയിൽ വരുന്ന ഹാൻഡിലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അതിന് നോൺ ടെർമിനലായിട്ട് റീപ്ലേസ് ചെയ്യുക.
ആൻഡ് ദെൻ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. സോ അപ്പം ഞാൻ മുമ്പ് ആ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. സോ അപ്പം ഈ രീതിയിലാണ് വരുന്നത്. നമ്മളിവിടെ ഈ ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്തു, ID, ദെൻ E എടുത്തു. ഓക്കെ, നോൺ ടെർമിനൽ E വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ അഗെയിൻ വീണ്ടും നോക്കുമ്പോഴത്തേനും ഇതിൽ പ്രസിഡൻസ് ഇല്ല. അപ്പോൾ ഇനി പ്രസിഡൻസ് ഓരോന്നിനും ഇൻസേർട്ട് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ $+, അവിടെ ലെസ് ദാൻ ഇട്ടു. ദെൻ ലെസ് ദാൻ, അതായത് പ്ലസും സ്റ്റാറും തമ്മിൽ ലെസ് ദാൻ വന്നു, സ്റ്റാറും ഡോളറും തമ്മിൽ ഗ്രേറ്റർ ദാൻ വന്നു. ദെൻ അതുപോലെ അപ്പോൾ നമുക്കിവിടെ ഒരു ഹാൻഡിൽ കിട്ടി. ഹാൻഡിൽ കിട്ടിയതിന് E ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രസിഡൻസ് വന്നിട്ടില്ല, പ്ലസും ഡോളറും തമ്മിൽ. സോ അതുകൊണ്ട് പ്ലസും ഡോളറും തമ്മിൽ പ്രസിഡൻസ് ഇൻസേർട്ട് ചെയ്തു. ദെൻ വിൽ ഗെറ്റ് എ ഹാൻഡിൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് E വെച്ചിട്ട് നമ്മൾ അതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു. സോ അപ്പോൾ അവിടെ പാഴ്സിങ് സക്സസ് ആയി അല്ലേ, കാരണം $on$ ആണ് അടുത്ത പ്രസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാഴ്സിങ് സക്സസ്ഫുൾ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ആണ് വരുന്നത്. ഇനി ഓപ്പറേറ്റർ പാഴ്സറിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മൈനസ് പോലുള്ള ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് പ്രിസിഡൻസ് വരുന്നുണ്ട്. മൈനസ് ഓപ്പറേഷന്, അതായത് നെഗറ്റീവ് വരുന്ന ഒരു പ്രിസിഡൻസ് ഉണ്ട്, അതുപോലെ സബ്ട്രാക്ഷന് വരുന്ന പ്രിസിഡൻസ് ഉണ്ട്. 2 പ്രിസിഡൻസ് വരുന്നത്. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കനോട്ട് ഷുവർ ഓൾവേസ് ദാറ്റ് പാഴ്സർ അക്സെപ്റ്റ് ദ ഡിസൈർഡ് സ്ട്രിങ്. ഡിസൈർഡ് ലാംഗ്വേജ് ആണ് പാഴ്സർ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴും എൻഷുർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. ഇനി മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഗ്രാമേഴ്സിനെ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്ത് പാഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് വളരെ സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമേഴ്സ് ആണ്. സോ ഓൺലി സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമേഴ്സ് ക്യാൻ ബി പാഴ്സ്ഡ്. അതാണ് ഈ 3 ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സറിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്.